Hi friends, welcome back to Sana's Edu Tips. ഇന്ന് നമ്മൾ തിയറീസ് ഓഫ് ലേണിംഗ് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Which of the following statement is correct in relation to learning? Learning embraces cognitive domain only. Learning embraces affective domain only. Learning embraces psychomotor domain only. Learning embraces cognitive, affective and psychomotor domains. അപ്പോൾ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റിലേഷൻ ടു ലേണിംഗ്? അപ്പോൾ നമുക്കറിയാം ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻ ആണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ് അല്ലേ. അപ്പോൾ ലേണിംഗ് എംബ്രേസസ് കൊഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് നോക്കാം. Enactive, iconic and symbolic, these 3 stages in the development of the intellect was suggested by the psychologist Bruner, Piaget, Erikson, Galton. അപ്പോൾ ഇനാക്റ്റീവും ഐക്കോണിക്കും സിംബോളിക് സ്റ്റേജസ് ഒക്കെ ആരുടെയാണ്? നമുക്കറിയാം ബ്രൂണറുടെ ആണ് അല്ലേ, ബ്രൂണറുടെ ആണ്. Which of the following is not a contribution of Jerome S. Bruner? അപ്പോൾ ബ്രൂണർ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ശ്രദ്ധിക്കുക. നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് ജെറോം എസ് ബ്രൂണർ. ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഏതാണ് വരിക? ഡിസ്കവറി ലേണിങ്ങും സ്പൈറൽ കരിക്കുലവും കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഈ 3ഉം ജെറോം എസ് ബ്രൂണറുടെ ആണ്. അപ്പോൾ അല്ലാത്തതെന്ന് പറയുമ്പോൾ ഏതാണ്? അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അത് ആരുടെയാണ്? ഡേവിഡ് ഒസബലിൻ്റെ ആണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസബലിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത് നോക്കാം. The learning theory emphasized the importance of principle of immediate reinforcement is classical conditioning, operant conditioning, insightful learning, all of this. അപ്പോൾ ഏത് ലേണിംഗ് തിയറിയിലാണ് റീഇൻഫോഴ്സ്മെൻറ്റിനെ എംഫസൈസ് ചെയ്യുന്നത്? ഏതിലാണ്? തിയറി ഓഫ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിലാണ്. തിയറി ഓഫ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് ആണ്. ആരുടേതാണത്? സ്കിന്നറുടെ ആണ്. ഓക്കെ. Pronunciation of Malayalam words interferes with learning. Exact pronunciation of English words is an example of which type of transfer? Negative transfer F ആണ്. പോസിറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ, കോറിലേറ്റഡ് ട്രാൻസ്ഫർ. ഇപ്പോൾ പ്രൊണൗൺസിയേഷൻ ഓഫ് മലയാളം വേർഡ്സ് ഇൻ്റർഫിയേഴ്സ് എന്നാണ് പറയുന്നത് വിത്ത് ലേണിംഗ് ദി എക്സാക്ട് പ്രൊണൗൺസിയേഷൻ ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പോൾ ഏത് ടൈപ്പ് ട്രാൻസ്ഫർ ആയിട്ട് വരിക? നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് അല്ലേ. നെഗറ്റീവ് ട്രാൻസ്ഫർ. ഒന്നിൽ പഠിച്ചൊരു കാര്യം വേറൊന്ന് പഠിക്കാൻ നമ്മളെ ഇൻ്റർഫെയർ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിലാണ് വരിക. അതേ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നൊരു കാര്യമാണ്. ഓക്കെ. The psychology dealing with the concept of total perception of situation is known by the name behaviorist psychology, psychoanalytic psychology, developmental psychology, gestalt psychology. The psychology dealing with the concept of total perception എന്ന് പറയുമ്പോൾ ഏതാണ്? ഗെസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. ഓക്കെ, ഗെസ്റ്റാൾട്ട് സൈക്കോളജി. ഇനി അടുത്തത് നോക്കാം. The view that anything can be taught at any stage of ഡെവലപ്മെൻറ്റ് വാസ് എക്സ്പ്രസ്ഡ് ബൈ ആരാണ്? ഒസബലാണോ, പിയാഷെ ആണോ, ഗാഗ്നെ ആണോ, ബ്രൂണർ ആണോ? ഇത് ബ്രൂണർ പറഞ്ഞ വാക്കാണേ, ബ്രൂണറുടെ ആണ്. ഓക്കെ, അപ്പോൾ ബ്രൂണറാണ്. ബ്രൂണർ ഇൻ്റലക്ച്വൽ സ്റ്റേജ് ഉണ്ടല്ലോ, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്ന ആ ഒരു സ്റ്റേജസിലൂടെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും എന്താണ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലും നമുക്ക് എന്ത് ചെയ്യാം? എനിത്തിങ് ക്യാൻ ബി ടോട്ട് എന്ന് പറയുന്നത് ബ്രൂണറുടെ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദി എക്സ്പാൻഷൻ ഓഫ് ZPD, ഒത്തിരി പ്രാവശ്യമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. എക്സ്പാൻഷൻ ഓഫ് ZPD, സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പോസിബിൾ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്. എന്താണ് ZPD? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ആരുടെ കൺസെപ്റ്റാണ്? വൈഗോട്സ്കിയുടെ ആണ്. ഓക്കെ. ഡാഷ് റെഫേഴ്സ് ടൂൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇൻസൈറ്റ് ആണോ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ഇമിറ്റേഷൻ, ഓൾ ഓഫ് ദിസ്. ടൂൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ്? അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽസ്. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽസ് ആണ് ഡേവിഡ് ഒസബലിൻ്റെ ആണ്. ഓർത്ത് വയ്ക്കുക, എപ്പോഴും ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കാറ്. അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കുക. അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണ്. ടൂൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഡേവിഡ് ഒസബലിൻ്റെ ആണ്. ഇനി അടുത്ത് നോക്കാം. എലമെൻറ്റ്സ് ദാറ്റ് ആർ ക്ലോസർ ടുഗദർ will be perceived as a coherent object.
അപ്പോൾ ഇത് ഏത് ലോ എന്ന് ചോദിച്ചിരിക്കുന്നത്? ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് ഗുഡ് കണ്ടിന്യൂഷൻ. എലമെൻറ്റ്സ് ദാറ്റ് ആർ ക്ലോസർ ടുഗദർ, അടുത്തടുത്തുള്ളതിന് ഒരു ഗ്രൂപ്പായി കാണാൻ നമ്മുടെ മൈൻഡിൻ്റെ ടെൻഡൻസിന് നമ്മൾ എന്താ പറയുക? ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇനി അടുത്തത് നോക്കാം. റെസിപ്രോക്കൽ ടീച്ചിങ് ആൻഡ് കോഓപ്പറേറ്റീവ് ലേണിംഗ് ആർ ബേസ്ഡ് ഓൺ ദ എഡ്യൂക്കേഷണൽ ഐഡിയാസ് ഓഫ് BF സ്കിന്നർ, ജീൻ പിയാഷെ, ലെവ് വൈഗോട്സ്കി, ഒസബൽ. ഇപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ്ങും കോഓപ്പറേറ്റീവ് ലേണിങ്ങും ഇത് ആരുടെ ഐഡിയാസാണ്? ലെവ് വൈഗോട്സ്കിയുടെ ആണ്, വൈഗോട്സ്കിയുടെ ഐഡിയാസാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് ലേണിങ്ങും റെസിപ്രോക്കൽ ടീച്ചിങ് എല്ലാം. Then when children learn a concept and use it, practice helps in reducing the errors committed. This idea was given by E.L. Thorndike, Jean Piaget, Vygotsky, J.B. Watson. When children learn a concept and use it, practice helps in reducing the error. ഇവിടെ എറർ എന്ന് തന്നെ പറഞ്ഞു, അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ആരാണ്? E.L. Thorndike ആണ്. Trial and error type of learning. Okay. Then the theory of social constructivism is proposed by Piaget, Vygotsky, Skinner, Bruner. ആരുടേതാണ്? Vygotsky. The theory of social constructivism is proposed by Vygotsky. Programmed instruction is an educational implication of classical conditioning, operant conditioning, insight learning, cognitive learning. Programmed instruction is an educational implication of ഏതിൻ്റെ ആയിരുന്നു? ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തിയറീസ് ഇന്ന് മൊത്തത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം നല്ല അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക്ക് വൈസായിട്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മാരത്തോൺ സീരീസ് ഞാൻ വേറെ പ്ലേലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്ക് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാം. ടോപ്പിക്ക് പഠിച്ച ശേഷം ഓരോരോ ദിവസം ഓരോരോ ടോപ്പിക്കൊക്കെ ആയിട്ടാണ് ഒരു 10 ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, വിത്ത് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും പോയി കാണാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നിങ്ങൾക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഓക്കെ, അതുപോലെ നമ്മൾ തിയറീസ് എടുക്കുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ. Thorndike, classical conditioning. Maslow, hierarchy of need. Skinner, programmed learning. Piaget, moral development. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏതാണ്? Thorndikeൻ്റെ ആണല്ലേ. Thorndikeൻ്റെ എന്താണ്? ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ്? പാവ്ലോയുടെയാണ്. സോ Thorndikeൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ പിയാഷെയുടെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയും ഉണ്ട്. സ്കിന്നറുടെ പ്രോഗ്രാംഡ് ലേണിംഗ് ആണ്. അബ്രഹാം മാസ്ലോയുടെയാണ് ഹയറാർക്കി ഓഫ് നീഡ്. സോ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏതാണ്? Thorndikeൻ്റെ ക്ലാസിക്കൽ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ തിയറീസിൻ്റെ പേര് പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. കാരണം ഇങ്ങനെ മിസ്മാച്ച് ഇങ്ങനെ തന്നിട്ട് കറക്റ്റ് ആക്കാൻ പറയും, അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ പറയും. അപ്പോഴൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞ് വെച്ചേക്കുക. സോ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് നോക്കാം. ദി ഹോൾ ഈസ് അതർ ദാൻ സം ഓഫ് ദി പാർട്ട്. ദി ഫ്രേസ് ഈസ് റിലേറ്റഡ് ടു, സിമ്പിളാണ് അല്ലേ. ഹോളിസ്റ്റിക് സൈക്കോളജി, ഫങ്ഷണൽ സൈക്കോളജി, ഗെസ്റ്റാൾട്ട് സൈക്കോളജി, പേഴ്സണലിസ്റ്റിക് സൈക്കോളജി തിയറി. ഏതാണ്? ദി ഹോൾ ഈസ് അതർ ദാൻ സം ഓഫ് ദി പാർട്സ് എന്ന് പറയുന്നത് ഗെസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ എക്സ്പ്ലെയിൻ ഇൻപുട്ട് ഫോർ ബിഹേവിയർ ആസ് ഡ്രൈവ്, ഓർഗാനിസം, സ്റ്റിമുലൈ, റെസ്പോൺസ്. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് മോഡലിൽ ആ ഒരു ബിഹേവിയർ ഇൻപുട്ട് ആക്കിയിട്ട് പറയുന്നത് ഇതിലേതാണ്? അപ്പോൾ ഡ്രൈവോ ഓർഗാനിസം ഒന്നും റെസ്പോൺസ് ഒന്നും അല്ല, സ്റ്റിമുലസ് ആണ്. ഓക്കെ, സ്റ്റിമുലസ് അനുസരിച്ചുള്ള റെസ്പോൺസ്. സോ സ്റ്റിമുലസ് ആണ് അവിടെ ഒരു ഇൻപുട്ട് ആക്കിയിട്ട് പറയുന്നത്. സോ സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ എക്സ്പ്ലെയിൻസ് ഇൻപുട്ട് ഫോർ ബിഹേവിയർ ആസ് സ്റ്റിമുലൈ. ഇതും എന്താണ് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിയറി ഓഫ് ലേണിംഗ് വിച്ച് ടോട്ടലി ആൻഡ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഒബ്സർവബിൾ ബിഹേവിയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് തിയറി ഓഫ് ലേണിംഗ്. ബിഹേവിയറിസ്റ്റ്, കൺസ്ട്രക്റ്റിവിസ്റ്റ്, ഡെവലപ്മെൻറ്റൽ, കൊഗ്നിറ്റീവ്. അപ്പോൾ ഏത് തിയറി ഓഫ് ലേണിംഗിലാണ് ഒബ്സർവബിൾ ബിഹേവിയറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഇത് ബിഹേവിയറിസ്റ്റ് വ്യൂവിലാണ്. ഓക്കെ, ബിഹേവിയറിസ്റ്റ് തിയറി ഓഫ് ലേണിംഗിലാണ് ഇങ്ങനെ ഒബ്സർവബിൾ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്രിയേറ്റിവിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. മോഡലിംഗ്, ഇമിറ്റേഷൻസ്, കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് ക്രിയേറ്റിവിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട്.
ക്രിയേറ്റിവിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ്? പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴും ചോദിക്കുന്നൊരു ഭാഗമാണ്. നെക്സ്റ്റ്, giving cues to children and offering support as and when needed is an example of reinforcement, conditioning, modeling, scaffolding. അപ്പോൾ എന്താണ് giving cues and to children and offering support? അപ്പോൾ എന്താണ് ഹിൻഡ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ, സ്കഫോൾഡിംഗ്. Sudden grasping of the solution for a problematic situation. A flash of understanding which comes to us all on the sudden is called insight, thinking, imitation, scaffolding. അപ്പോൾ എന്താണ് സഡൻ ഗ്രാസ്പിംഗ് ഓഫ് എ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഞൊടിയിടയിൽ വരുന്ന ഒരു സൊല്യൂഷൻ. ആ ഒരു ഇതിന് നമ്മൾ എന്തെന്ന് പറയാം? ഇൻസൈറ്റ് ആണ്. ഇത് ഇൻസൈറ്റിന് ഒരു ഡെഫിനിഷൻ തന്നെയാണ്, ഡയറക്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സഡൻ ഗ്രാസ്പിംഗ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻസൈറ്റ് ആണ്. അപ്പോൾ തിങ്കിങ്ങോ ഇമിറ്റേഷനോ ഒന്നുമല്ല, സ്കഫോൾഡിംഗ് ഒന്നുമല്ല, ഇൻസൈറ്റ് ആണ്. നീഡ് റിഡക്ഷൻ തിയറി ഓഫ് ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ ഡാഷ്. നീഡ് റിഡക്ഷൻ തിയറി ഓഫ് ലേണിംഗ്. ക്ലാർക്ക്, എൽ, ഹൾ, സ്കിന്നർ, തൊണ്ടേക്ക്, പാവ്ലോ. ആരാണ് നീഡ് റിഡക്ഷൻ തിയറി ഓഫ് ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ? ക്ലാർക്ക്, എൽ, ഹൾ. അപ്പോൾ ലേണിംഗ് തിയറീസ് പഠിക്കുമ്പോൾ എല്ലാ തിയറീസും എക്സ്ട്രാ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് വേറെ സെപ്പറേറ്റ് എഴുതി തന്നെ പഠിക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ചോദിക്കുക. അപ്പോൾ കുറേ പേരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ലേണിംഗ് തിയറീസ് പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. തിയറികൾ മനസ്സിലാക്കി ആരൊക്കെയാണ് ആരുടേതാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഒക്കെ അറിഞ്ഞ് തന്നെ പഠിക്കുക. അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളുള്ളൊരു ഭാഗമാണ്, ഒത്തിരി മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, in classroom quiz, a participant is rewarded with a pencil after every correct answer. Here the reinforcement is of fixed ratio reinforcement, variable reinforcement, continuous reinforcement, none of this. അപ്പോൾ ഒരു ക്ലാസ് റൂം ക്വിസിൽ എ പാർട്ടിസിപ്പൻറ്റ് ഈസ് റിവാർഡഡ് വിത്ത് എ പെൻസിൽ ഫോർ എവറി 5 കറക്റ്റ് ആൻസർ. അപ്പോൾ 5 കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കുട്ടിക്ക് ഒരു പെൻസിൽ റിവാർഡായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്? അപ്പോൾ നമുക്ക് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പാണ്? ഇവിടെ പ്രത്യേകിച്ച് റേഷ്യോ പറയുന്നുണ്ട് അല്ലേ, 5 കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഒരു പെൻസിൽ. സോ അവിടെ എന്താണ്? അപ്പോൾ ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. അടുത്തത് നോക്കാം. എനി സ്റ്റിമുലസ് whose presentation or removal increases the chance of occurrence of a response is called dash. ശ്രദ്ധിച്ച് വായിക്കുക. എനി സ്റ്റിമുലസ്, ഏതെങ്കിലും സ്റ്റിമുലസിന് പ്രസൻറ്റേഷനോ റിമൂവലോ ഇൻക്രീസസ് ദി ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ റെസ്പോൺസ്. അപ്പോൾ അതിലൂടെ ആ റെസ്പോൺസിൻ്റെ ഒക്കറൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്നാ പറയാം? പണിഷ്മെൻ്റ് ആണോ, റിവാർഡാണോ, പ്രൈസ് ആണോ, റീഇൻഫോഴ്സർ ആണോ? ഏതാണ് ആൻസർ ആയിട്ട് വരെ ആലോചിച്ചിട്ട് കറക്റ്റായിട്ട് പറയാം. ഏതാണ് അപ്പോൾ ആൻസർ? ഓപ്ഷൻ ഡി ആണ്, റീഇൻഫോഴ്സർ ആണ്. അപ്പോൾ റീഇൻഫോഴ്സർ ആണ് ദാറ്റ്സ് ആക്ട് ആസ് എ സ്റ്റിമുലസ്, പ്രസൻറ്റേഷൻ ഓർ റിമൂവൽ ഇൻക്രീസസ് ദി ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ റെസ്പോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. എനി ആക്ട് ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ സം ടൈം ഗ്രാജുവലി ഡിക്കേസ് ദിസ് റിഫ്ലെക്സ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ സം ടൈം, കുറേ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്ന ദാറ്റ് ഗ്രാജുവലി ഡീക്കേ. സോ ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ലോ ഓഫ് ഡിസ്യൂസ് ആണോ, ലോ ഓഫ് പ്രോക്സിമിറ്റി ആണോ, ലോ ഓഫ് യൂസ് ആണോ, ലോ ഓഫ് റെഡിനെസ് ആണോ? അപ്പോൾ നോട്ട് പ്രാക്ടീസ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നൊരു രീതിയാണല്ലേ. അപ്പോൾ എന്താണ് അപ്പോൾ? ലോ ഓഫ് ഡിസ്യൂസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താ? കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു കണക്ഷൻ വിട്ടുപോകും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, ലോ ഓഫ് ഡിസ്യൂസ്. ഓക്കെ, ഇവിടെ നോട്ട് പ്രാക്ടീസ്ഡ് മീൻസ് ലോ ഓഫ് ഡിസ്യൂസ്. നെക്സ്റ്റ് നോക്കാം. ലേണിംഗ് അഡീഷൻ ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഏതാണ് അപ്പോൾ? നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണോ, സീറോ ട്രാൻസ്ഫർ, ന്യൂട്രൽ ട്രാൻസ്ഫർ, പോസിറ്റീവ് ട്രാൻസ്ഫർ? അപ്പോൾ ഏതാണ്? ലേണിംഗ് അഡീഷൻ ഫെസിലിറ്റേറ്റ്, ആ ഒരൊറ്റൊരു വാക്ക് മതി. അപ്പോൾ എന്താ വരിക? അപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അല്ലേ, പോസിറ്റീവ് ട്രാൻസ്ഫർ. കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഏതാ ഭാഗം കിട്ടാത്തത് ക്ലിയർ ആയിട്ട് തന്നെ ലേണിംഗ് തിയറീസ് പഠിക്കുക. ചുമ്മാ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചൊന്നും കാര്യമില്ല. തിയറി വൃത്തിയായി പഠിച്ചാലേ നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
നെക്സ്റ്റ് നോക്കാം, വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ലേണിംഗ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നതിൽ സൈക്കോളജിക്കൽ ഫാക്ടർ ദാറ്റ് എഫക്റ്റ് ലേണിംഗ് ഉണ്ടല്ലോ, അതിൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ലേണിംഗ് ഡിസയർ, നേച്ചർ ഓഫ് കണ്ടന്റ്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്നുള്ള ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജിക്കൽ ഫാക്ടർ? സിമ്പിളല്ല, മോട്ടിവേഷനും ഇൻട്രസ്റ്റും ലേണിംഗ് ഡിസയർ ഒക്കെ നമ്മൾ സൈക്കോളജി ഫാക്ടറിൽ പെടുന്നതാണ്. അപ്പോൾ നേച്ചർ ഓഫ് കണ്ടന്റ് എന്നുള്ളതാണ് അല്ലേ, നേച്ചർ ഓഫ് കണ്ടന്റ്. അടുത്ത നോക്കാം, ഐഡൻറ്റിഫൈ ദ ഫാക്ടർ ദാറ്റ് ഡസൻറ്റ് ഇൻഫ്ലുവൻസ് സ്റ്റുഡൻറ്റ് ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ കണ്ടന്റ് ദാറ്റ് ഡസ് നോട്ട് എന്നാണ് ഇൻഫ്ലുവൻസ് സ്റ്റുഡൻറ്റ് ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ്. ഇൻ്റലക്ച്വൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, എക്കണോമിക് ഫാക്ടർ, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നോക്കൂ, ഈ തന്ന ഓപ്ഷനിൽ ഇൻ്റലക്ച്വൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, എക്കണോമിക് ഇതൊക്കെ എന്താണ് നമ്മുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 4 ആണെന്ന് പറയാം, നൺ ഓഫ് ദ എബോവ് എന്ന് പറയാം അല്ലേ. ഇനി അടുത്തത് നോക്കാം, ഫിഗർ തന്നിട്ടുണ്ട് ABCD. വിച്ച് ഫിഗർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് സിമിലാരിറ്റി. അപ്പോൾ ലോ ഓഫ് സിമിലാരിറ്റിയുടെ എക്സാമ്പിൾ ഏതാണെന്നാണ്. അപ്പോൾ ഫിഗർ ഡയറക്റ്റ് A ആണോ, B ആണോ, C ആണോ, D ആണോ? ലോ ഓഫ് സിമിലാരിറ്റി, ഇത് ഗെസ്റ്റാൾഡ് തിയറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് സിമിലാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ ഏതാണ്? A ആണ് അല്ലേ. XX ആയിട്ടുള്ളതൊക്കെ ഒരു സെറ്റായിട്ടും പിന്നെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള എക്സും സിമിലർ ആയിട്ടുള്ള ആ ഒരു O ഒക്കെ നമ്മൾ ഒന്നായിട്ട് കാണാൻ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ഇവിടെ ഇവിടെ A എന്ന ഫിഗറാണ് വരുന്നത് അല്ലേ, A ആണ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം, ഹൂ എമംഗ് ദം ഈസ് എ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പോൾ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആരാന്നാണ്? പിയാഷെ, വൈഗോട്സ്കി, സ്കിന്നർ, ഓൾ ഓഫ് ദിസ്. അപ്പോൾ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആരാണ്? പിയാഷെ ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഗോട്സ്കി ആണ്. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റിൽ വരുന്ന ആളാണ് പിയാഷെ. ഓക്കെ അല്ലേ. അപ്പം നമ്മളൊരു 30 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ചെയ്തു. എല്ലാം തന്നെ പുതുമയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഇനി കുറേ ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പഠനം സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു സെഷനിൽ ഫുൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവർക്ക് ഇനിയിപ്പോൾ ഡിസപ്പോയിൻ്റ് ആവും, അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് കുറയും എന്ന് വിചാരിച്ചാൽ ഞാൻ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി എക്സാമിന് കുറച്ച് മുമ്പായിട്ട് ഇതുമായി ലേണിംഗ് തിയറീസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു 10-50 ക്വസ്റ്റ്യൻസുകൾ ഒരുമിച്ച് ഞാൻ തരാം. അപ്പോൾ നമ്മുടെ മാരത്തോൺ സെഷൻ കാണാത്തവരും തീർച്ചയായിട്ടും കാണുക. ഓരോരോ ടോപ്പിക്ക് വൈസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു പ്രാക്ടീസ് സെഷനുമായിട്ട് മീറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക്